അപ്പോൾ വെൽക്കം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദയമായ സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് റൂം വ്ളോഗ് ആവാം, ചെറിയൊരു റൂം വ്ളോഗ് ആകാം. നമുക്കൊന്ന് പോയോക്കാം, എന്താ അവസ്ഥ എന്ന് പോയോ നോക്കാം. വാട്ട് ഈസ് ദ പ്രോഗ്രാം ടുഡേ? എന്നെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കുക അവിടെ. ഇത് ഗഗിപ്പിക്കുന്നുണ്ടല്ലേ. വാശിയാൻ മടിയാണ്, അപ്പോൾ വാശിപ്പിക്കുന്ന സംഭവം നല്ല പാട്ട് പാടിയിരിക്കുന്നു. സെയ്യാറാന്ന് പറഞ്ഞ പാട്ട് പാടിയിരിക്കുന്നു. അപ്പോൾ അതിന് റൂം പൂട്ടിയിരിക്കുക. ഹലോ മിസ്റ്റർ കുക്കു ബ്ലാക്കി, ഹാർദവമായ സ്വാഗതം. പറയാനുള്ളത് ഫുള്ളി വേണ്ട നൂറ് ഫോട്ടോ ആയിട്ട് വൈറലാവണം. അപ്പോൾ ഗൈസ്, നാട്ടിൽ നിന്ന് നമ്മളൊരു കമ്പനിക്കാരൻ എത്തിക്കണ്. അപ്പോൾ നാട്ടിൽ ഒരു 6-7 മാസം മുമ്പ് കല്യാണം എല്ലാം കഴിഞ്ഞങ്ങാണ്ട് നാട്ടിൽ പോയി വന്നുകൊണ്ട് പിന്നെല്ലാം പോക്കാണ്. അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാം, ഹൗ വാസ് ദ മാരേജ് ലൈഫ് ആഫ്റ്റർ? ഉസ്മാനെ, അപ്പോൾ ആഫ്റ്റർ ദി മാരേജ് ലൈഫ് ഹൗസ് ഗോയിങ് യുവർ ലൈഫ്? നാട്ടിൽ പോയിട്ട് എന്തൊക്കെയല്ല വിശേഷം, കാര്യങ്ങളെല്ലാം എന്തൊക്കെ? വിശേഷാക്കാൻ പോയത് എനിവേ. എന്താ അവസ്ഥ? പറയടാ. അൽഹംദുലില്ലാ. നിക്ക്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം എന്താ അവസ്ഥ എന്നല്ല. അസ്മാനെ വാ ഇരിക്ക്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ? മാരേജ് ആഫ്റ്റർ ദ മാരേജ് ലൈഫ് ഇറ്റ് ഈസ് ടു ഹാർഡ് ഓർ ഇറ്റ് ഈസ് വെരി ഗുഡ്? അതൊന്ന് പറ. ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലല്ല. ഓ പറയട്ടെ, പറ. ടു ഹാർഡ് ഓർ അൽഹംദുലില്ലാ. ജീവിച്ചാൻ തുടങ്ങിയിട്ടല്ല, 6 മാസമായി ഇപ്പോൾ കഴിഞ്ഞിട്ട്, 6-7 മാസമായി കഴിഞ്ഞിട്ട്. കല്യാണം എന്ന് പറയണത് കഴിഞ്ഞിട്ട് കൂടെ ജീവിക്കുമ്പോഴാണ് അരി 2 ഗ്ലാസ് ഇട്ടോ. പറയും എന്താണ് കല്യാണം എന്ന് പറയണത്? കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അവിടെയും നമ്മളിവിടെയും ജീവിക്കണമല്ല, കൂടെ അതല്ലാന്നല്ലേ പറഞ്ഞ. കൂടെ ജീവിക്കണം, കൂടെ 1 കൊല്ലം 2 കൊല്ലം ജീവിക്കുമ്പോഴാണ് കല്യാണം കഴിച്ച ഉള്ള സിറ്റുവേഷൻ എന്താണെന്ന് അറിയത്തുള്ളൂ. ഇപ്പം അവൻ പോയത് കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പം 6 മാസം കഴിഞ്ഞിട്ട് ഇപ്പം പോയത്. അതെന്തൊരു വിശേഷം ഉണ്ടാക്കാൻ പോയെന്നൊക്കെ പറയണത് അവൻ്റെ അടുത്ത് തന്നെ ചോദിച്ചോ. അങ്ങനല്ല, ഇപ്പോൾ ഒരാളിപ്പോൾ കല്യാണം കഴിഞ്ഞാണ്ട് ഇവിടെ വന്ന് പിന്നെ ഫസ്റ്റ് പോകുമ്പോഴാണ് ഒരു പുതുക്കം. അതാണ് പുതുക്കം. കാരണം ഒരു ഗ്യാപ്പ് കിട്ടണം. കല്യാണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് വിട്ട് നിന്നുകാണ്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് എല്ലാം നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് വരും. ആണോ? അല്ലേ? ആണ്. എന്താണ് ചോദിച്ചത്, കല്യാണം ജീവിതം എങ്ങനെയെന്നല്ലേ നിന്റെ അടുത്ത്? അതന്നെ. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കാൻ നിൽക്കണേ. എന്തെല്ലോ പറയുന്നല്ലേ. കൂടെ ജീവിച്ചാൽ അതിന്റെ എക്സ്പീരിയൻസ് നിനക്ക് അറിയാം. അതായത് നിനക്ക് തോണിയിൽ കയറിയപ്പോഴേ തോണി എങ്ങനെ പോകുന്നു അറിയത്തില്ല. തോണി പകുതിയിൽ എത്തിയിട്ടാകുമ്പോഴാണ് തോണി എങ്ങോട്ട് പോകുന്നു, ഏത് റൂട്ടിൽ പോകുന്നു അത് മനസ്സിലാൻ പറ്റും. അതായത് ഇപ്പൊ ഞാൻ തോണിയിൽ കയറി ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ തോണിയിൽ കയറി എന്ന് പറഞ്ഞു. ഇപ്പൊ തോണിയിൽ കയറി കഴിഞ്ഞാലും തോണിയിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിലും തോണി വള്ളത്തേക്ക് ചാടി ഊണ് കഴിഞ്ഞാലും ഒക്കെ കണക്കല്ലേ? ഒക്കെ കണക്കാണ്. തോണി പോയിട്ട് അതേപോലെ തോന്നി നമുക്ക് അപ്പുറത്ത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മൾ വിജയിച്ചു. അല്ല, ഈ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുന്നത് ഉദ്ദേശിക്കുന്നത് ലൈഫ് കഴിഞ്ഞിട്ട് മരണം, അതാണ് ഉദ്ദേശിക്കുന്നത് ഡ്രോപ്പ്. അതായത് മരണം പറഞ്ഞ തോണി പകുതിയിൽ മുങ്ങിട്ട് മരിക്കുന്നതല്ല, തോണി അപ്പുറത്ത് സംഭവം. എന്നെക്കാട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. എന്താണ്, രണ്ടാളിൻ്റെ മൂത്തീൻ്റെ മൂത്താണ്. അപ്പോൾ ഓരോ എക്സ്പീരിയൻസ് എല്ലാം ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ. 18 കൊല്ലം അതറിയത്തില്ല. അപ്പൊ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ. കല്യാണം കഴിക്കണം ജീവിതത്തിൽ ഒരിക്കൽ. അപ്പോഴാണ് എന്ത് ചെയ്തില്ലല്ലേ ജീവിതത്തിൽ കല്യാണം കഴിക്കണം. മക്കളെ കല്യാണം കഴിക്കണം. ദെൻ പ്രയോറിറ്റി കൊടുക്കണം നിങ്ങളെ ലൈഫിന്. ദെൻ
അനിയത്തിൻ്റെ പോലെ ചെയ്യരുത്. എന്താണ് അനിയത്തെന്ത് ചെയ്തേ? എന്ത് ചെയ്ത്? നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞിട്ട് എല്ലാരും ചെയ്യണ പോലെ അയ്യോ ഇത് കുറേ പേര് കാര്യം അല്ല പറയണ കേക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് മാറ്റങ്ങളാണ് ലൈഫിലോട്ട് വന്നത്? അത് അവന്റെ അടുത്ത് ചോദിക്കാം. കല്യാണം കഴിച്ചാൽ അവനല്ല അവനോട് ചോദിക്കാതെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് വന്ന മാറ്റങ്ങളാ, ജീവിക്കാൻ പഠിച്ചു. സത്യത്തിൽ അതിന്റെ മുമ്പ് ജീവിച്ചാൽ പഠിച്ചിട്ടില്ല. അതിന് മുമ്പ് ഞാൻ എൻജോയ് ആണ് ചെയ്തത്. അല്ല, ജീവിതം പിന്നെ ഞങ്ങൾ എൻജോയ്മെൻറ്റ് അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അതിന് മുമ്പ് ഞങ്ങൾ ഒരു പ്രയോറിറ്റി ഇല്ല, നമ്മളെ ജീവിതം തന്നെ ഞങ്ങൾ കൂടുതൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് വന്നു. പിന്നെ ഫ്യൂച്ചേഴ്സിൽ പ്ലാൻസ് വന്നു. ടെൻഷനില്ല, അപ്പോൾ ടെൻഷൻ അത് ഓവർ തിങ്സ് എക്സ്ട്രാ ഓവർ തിങ്ക് എല്ലാം ഉണ്ടാകും. കൂടെ ജീവിക്കുമ്പോഴാണ് ടെൻഷൻ വരണത് കൂടെ ജീവിക്കുമ്പോ. ഇതിപ്പോ അവൻ അവിടെ അല്ല, അത് എനിക്ക് നല്ല അനുഭവം ഉണ്ടല്ലേ? എനിക്ക് നല്ല അനുഭവം ഉണ്ടല്ലേ? അത് ഇപ്പൊ അസ്മായി ഇപ്പൊ എത്ര ദിവസം ലീവ് പോയി? 20 ദിവസമാടാ, 25 ദിവസം. അതൊരു എൻജോയ്മെന്റ് ആണ്, മനസ്സിലായി? പോയി കറങ്ങാൻ പോയി അത് വരും. പിന്നെ ഒരു 2 മാസം കൂടെ നിൽക്കുമ്പോൾ എൻജോയ്മെന്റ് ചെറുതായിട്ട് കുറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറയും. 1 കൊല്ലം ആകുമ്പോഴാണ് നീ ഇപ്പൊ ചോദിച്ചില്ലേ ടെൻഷൻ, BP, ഷുഗർ ഇതൊക്കെ കാരണം അങ്ങനെ കുറയത് കേട്ടോ. ഇല്ല ഇൻഷാല്ലാ. അതുകൊണ്ടല്ലേ ഇങ്ങനെ പെട്ടെന്ന് നമ്മള് പിന്നെന്താ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് കൂടുമ്പോഴാണ് സ്നേഹം കൂടുന്നത്, അല്ലാണ്ട് എപ്പോഴും ഉണ്ടെങ്കിൽ. പിന്നെ എന്താ പറയുമോ, കല്യാണം കഴിഞ്ഞാലും ടെൻഷൻസ് എല്ലാ ഭാഗത്ത് ഓരോ മനുഷ്യന്മാർക്ക് ഉണ്ടാവും. പക്ഷേ എൻ്റെ ലൈഫ്, എൻ്റെ ഫ്യൂച്ചർ, ഇതെല്ലാം മുന്നോട്ട് ഒരു 50% അതിന് ഇത് കൊടുക്കണം. മനസ്സിലായോ? ഇത് മാത്രം ആലോചിച്ചാണ്ട് അതിന് അപ്പം ഇത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല, അത് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ചെയ്യാം. എൻ്റെ ഓളെ ലൈഫിനും കൊടുക്കണം, 50% എൻ്റെ ഫ്യൂച്ചറിന് ഇടണം. എന്നാലുള്ളൂ അങ്ങോട്ട് മുന്നോട്ട് ഹാപ്പി ആയി പോകാൻ പറ്റുക. ആരും അഗ്രി? എന്നിട്ട് വേറെ എന്തായാലും ലീവിന് പോയിട്ട് എന്ത് വിശേഷം ചോദിക്കാം ആദ്യം. അതല്ല ലീവിന്, അതല്ലോ പറഞ്ഞത്. അത് ഞാൻ കേട്ടില്ല, അത് വിട്. നീ ഇപ്പൊ അവനോട് ലീവിന് എന്തിനു ഒരു കല്യാണം കഴിഞ്ഞ വ്യക്തിനോട് എന്താണ് ഒരു ഫസ്റ്റ് ലീവിന് പോകുമ്പോ നമുക്ക് ആദ്യം ചെലവാണ് വേണ്ടത്. അതിനുള്ള എന്തെങ്കിലും നടന്നു അതിനുള്ള വകുപ്പ് എന്തെങ്കിലും കണ്ടുപിടിക്കാം. നമുക്ക് ബൽറ്റി അല്ല ഇവിടെ പോവാം, മൽപ്പറീസ്. ഈ ഒരു ചിന്ത മാത്രമുള്ള എനിക്ക് ഒരു കാര്യം പറയട്ടെ. ഈ തലക്കിനോടെ മറിച്ചിട്ട് എന്താ എനിക്കറിയാം. 6 പാക്ക് അല്ല, ചെമ്പട്ടിപ്പള്ള. അപ്പോ അസ്മാൻ, അപ്പോൾ ലൈഫെല്ലാം അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്, ഒരു ഓളത്തിൽ പോകുന്നുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ഇനി എന്താണ് ഫ്യൂച്ചർ? ഇനി എന്താണ് എൻ്റെ ഇവിടുത്തെ പ്ലാൻസ്? ഇത് ഡെയിലി ഓഫീസിൽ പോയിങ്ങാണ്ട് പണിയെടുത്തുങ്ങാണ്ട് പോരുക? അങ്ങനല്ല. ബിസിനസ് പ്ലാൻസ്, ഇനി അനദർ ബിസിനസ് പ്ലാൻസ്. ബിസിനസ് പ്ലാൻസ് എപ്പോഴും സീക്രട്ട് ആണ്. കണ്ട, അതാണ് അത് എനിക്ക് ഇഷ്ടമാണ്. ഈ ബിസിനസ് പ്ലാൻസ് എല്ലാം സീക്രട്ടായി വെക്കുന്നതും, അതുപോലെ നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്യണതെല്ലാം സീക്രട്ടായി വെക്കുക എന്ന് പറഞ്ഞാല്. ഒരുപാട് ആൾക്കാർ ബിസിനസ് ചെയ്യാനുള്ള പ്ലാൻസിലാണുള്ളത്. കാശുണ്ട്, ബിസിനസ് ചെയ്യാൻ പ്ലാൻസ് ഇല്ല. അപ്പോൾ ആ ഒരു സംഭവം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ബിസിനസ് ചെയ്തു. അത് ചെയ്തതിന് ശേഷം അത് പൊളിഞ്ഞു, വഷളായി. പിന്നെ ഇതെല്ലാം ഒരു മോട്ടിവേഷൻ എടുക്കണം, അത് വേറെ കാര്യം. ഇവിടെ മെയിൻ ഒരു കിളിയുണ്ട്. അപ്പോൾ എന്താണ്, അപ്പം അങ്ങനെയാണ് സംഭവം. ബിസിനസ് എല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളൊരു നോർമൽ സീക്രട്ട് ഇതിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അതുപോലെ പുറത്തിടാൻ നിൽക്കരുത്. അപ്പോൾ അതെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നാലെ വരും. ഹെഡേക്സ്, ടേക്ക് മോർ ഹെഡേക്സ്. സോ അപ്പോൾ അത് ഐ അഗ്രി ഫോർ ദാറ്റ്. എന്താ ടെൻഷൻ? ഇത് എങ്ങനെ ഉടക്കുമ്പോൾ കറക്റ്റ് വരുന്നില്ല. അതെന്ത് എല്ലാം താഴെ വേണം. ഇതിൻ്റെ ഒച്ചയാ ക്ലിക്ക്. ഇതാണ് പ്രശ്നം ഇവിടെ ഇപ്പോൾ. ഇത് ഉപ്പില്ലതാ? ഇതിന് ഉപ്പയില്ല, ഉമ്മയില്ല. ഇത് നാട്ടിൽ തുടങ്ങുന്നതാ? ഇത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് പിന്നെ കൊണ്ടുവന്നത്. ഒരു ഉടുപ്പില്ലാത്ത മനുഷ്യനാണ്. ഉച്ചക്ക് നമ്മളെ ക്യാമറാമാൻ ഷെഫാവും.
രാത്രി മെയിൻ ക്യാമറമാൻ ആവും. അപ്പം അനിത്തണൻ നിങ്ങളിപ്പോ എന്താണ് നാട്ടിൽ പോവല്ലേ? നിങ്ങളിപ്പോ 2 ആഴ്ച കഴിഞ്ഞാൽ നാട്ടിൽ പോകും. എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോവാണ്. ഞങ്ങള് കൊറേ എന്താ പറയുക എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് ജോലി നമുക്ക് ജോലിയും സെറ്റ് ആയി തരില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് നമുക്ക് ഞങ്ങൾ പറയുന്നത്. റെസ്യൂം ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ തരാന്ന്. ഒരു മിനിറ്റ് റെസ്യൂമും നീ ഒരിക്കലും പിന്നെ ഒരാളെ കൊണ്ടാക്കിക്കേണ്ടതല്ല, ഒരിക്കലും അല്ല. നിനക്ക് ജോബ് വേണമെന്നുണ്ടെങ്കിൽ നീ പിന്നെ ഒരാൾ ഇതാക്കേണ്ടത്. റെസ്യൂം നിനക്കാക്കാൻ റെസ്യൂം ഉണ്ടാക്കണം, അതിനുള്ള വകുപ്പ് നീ കണ്ടുപിടിക്കണം. ഞാൻ അല്ല റെസ്യൂമിന് പോലും പിന്നെ ഒരാളെ കാൾ പിടിക്കേണ്ട ആവശ്യം വരുമ്പോൾ ഇതാക്കാൻ പാടില്ല. കണ്ടോ കാള് പിടിക്കുമ്പോ ആവശ്യം വരുന്നില്ല. റെസ്യൂം നിനക്കാക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു ലാപ്പ് തിരക്കിട്ട് പോകുന്നില്ലേ? അപ്പൊ റെസ്യൂം നിനക്കാക്കാൻ പറ്റില്ല. അപ്പോ സംഭവം കഴിയുന്നു പോണ്. ഓന് മണ്ടി എന്താ അപ്പൊ അതിന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച എനിക്കതല്ല ചോദിക്കാല്ല. നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടുന്ന് പോവാണ് നാട്ടിക്ക്. എന്താണ് അപ്പൊ നിങ്ങൾ പറഞ്ഞു അങ്ങോട്ട് ജോലി തപ്പണില്ല, ഇരിക്കണില്ല, ഞങ്ങളൊന്നും നോക്കണില്ല. അത് ശരിയാണ്. ഞാൻ അന്നൊരു കാര്യം പറയുന്നത് ഓർമ്മ ഉണ്ടോ? നമ്മുടെ ഇതിന് മുമ്പത്തെ വ്ളോഗില് നോണ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പ്രശ്നങ്ങൾ എവിടെയാണെങ്കിലും പറ്റാൻ പറ്റില്ല പറ്റും. കർമ്മ ഇറ്റ് വിൽ ബി റിട്ടേൺ ബാക്ക്. സത്യമാണത്. ഞങ്ങൾ നോക്കണില്ല. ഞാനെന്തിനാ ജോലി വെക്കണത്? ഞാൻ അങ്ങനെയല്ല. അന്ന് ഇവിടെ മറ്റേ ചെങ്ങായി വന്നല്ലോ, ഇപ്പൊ ഉമ്മാന്റെ ഫ്രണ്ട് വന്നപ്പോ ഞാൻ പറഞ്ഞോ ഇല്ലേ ഇതെന്തത് മറ്റേ മുട്ടപ്പത്തിരി കയറ്റിച്ചിക്ക്. പിന്നെ അല്ല അങ്ങനെയൊന്നും കിട്ടുന്നില്ല, കോപ്പിറൈറ്റ് അങ്ങനെയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ പള്ളിയെല്ലാം പോയി ഒന്നുങ്ങാണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കണം കരുതി. പക്ഷെ അത് അണ്ണം കനിയണം, കനിയുന്നില്ല. ഞാൻ വല്ലതും വിളിച്ച് പറയും അണ്ണം കനിയാണ്, സമ്മാനങ്ങളില്ലാതെ. എന്നിട്ട് അപ്പോൾ എത്ര മിനിറ്റായി വായിച്ച? 11 മിനിറ്റായോ? ഓക്കെ ഫൈൻ. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ എവറിത്തിങ്. അപ്പോൾ നമ്മളിത് നോർമലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് വിചാരം. പിന്നെ പക്ഷേ മൂപ്പര് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കണ്ടിന്യൂ ഒന്നും ചെയ്യൂല, എനിക്കറിയില്ല. നമ്മളെ ഫ്രീ അനുസരിച്ച് ഫ്രീ എല്ലാം അനുസരിച്ച് നോക്കിയിട്ടൊക്കെ ഉള്ളു പറ്റുക. പിന്നെ നമുക്ക് ജോലി ഉണ്ട്, അതുപോലെ ഒരുപാട് പരിപാടിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഇത് ഭയങ്കര സീനാണ്. പിന്നെ ഈ യൂട്യൂബിൽ ഈ റീല് ഷോർട്സ് ഓരോ ടൈമിൽ പോസ്റ്റ് ചെയ്യൽ, അതുപോലെ ഇത് എഡിറ്റ് ചെയ്ത് കോപ്പിറൈറ്റ് നോക്കിങ്ങാണ്ട് സ്പാം നോക്കിങ്ങാണ്ട് ചെയ്യുമ്പോഴത്തേന് ഇത് മറ്റേ മണിക്കൂറോളം പിടിച്ചു. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ പതുക്കെല്ലാം ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ചിരിച്ചണു? ഞാൻ ചിരിച്ചാടേ, ഞാൻ ചിരിച്ചാ ഞാൻ സീരിയസ് ആണ്. ഒരു പാട്ട് പാടി തരുന്ന ഒരു പാട്ട് പാടോ? നിങ്ങൾക്ക് ധൈര്യമുണ്ട് ഒരു പാട്ട് പാടാൻ? എനിക്ക് പാട്ട് അറിയത്തില്ല. ഏതെങ്കിലും അറിയുന്ന പാട്ട്? അസ്മാൻ ഒരു പാട്ട് പാടോ? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം നാട്ടിൽ പോകുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ട് പോകണമെങ്കിൽ അതേ ഫീലിങ്സ്, ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അതേ ഫീലിങ്സ്. നേരത്തെ നീ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം പോകുമ്പോൾ ഉള്ള വിശേഷം ചോദിക്കാനാണ് പറഞ്ഞ ഡാഷ് ഇജവിടെ പോയാണ് ചിന്തിക്കുന്നത്. ഇതിങ്ങനെ തിങ്ക് ചെയ്യാക്കല്ലേ, റിവൈൻഡ് ചെയ്ത് കണ്ടിങ്ങനെ. എനിക്ക് ഇത് പൊട്ടുന്നില്ല, അതാണ്. അപ്പോഴല്ലേ നീ പറഞ്ഞ ആദ്യം വിശേഷം ആക്കാനല്ലേ പോയെന്ന്. അപ്പൊ ആ വിശേഷം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫുഡ് മേടിച്ചൊരു ചെലവുണ്ടല്ലോ. നീ ഒരു അച്ഛനാണ് പോലും അസ്മാനെ. അപ്പൊ ഒരു നാട്ടില് ഇജ്ജ് മുട്ടിപ്പാടിനെല്ലാം പോണാളല്ലേ, ഒരു പാട്ട് പാടുമോ? പാട്ടിടാൻ കഴിവുണ്ടോ? ഞാൻ പൊടിച്ചരും. അല്ല ഞാൻ കൂടിത്തരും പാട്ടിന്റെ പിന്നാലെ. അപ്പൊ ഗൈസ് ഓൻ പാടുന്നില്ല, നമുക്ക് അടുത്ത വ്ളോഗിൽ നമുക്ക് ഓനെ കൊണ്ട് പാടിപ്പിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.